ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റൂബീസ് ടൈലറിംഗ് ക്ലാസ്. ഇന്ന് നമുക്ക് ഇതുപോലെ ഫ്രണ്ട് പാർട്ടിൽ മാത്രം വർക്കുള്ള മെറ്റീരിയൽ എങ്ങനെ കട്ട് ചെയ്യാൻ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഇത് കണ്ടോ, ഫ്രണ്ട് പാർട്ട് മാത്രം രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുന്നതാണ് കേട്ടോ. ബാക്ക് പാർട്ട് നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നില്ല. ഫ്രണ്ട് പാർട്ട് മാത്രമാണ് ഞാൻ രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുന്നത്. ഇത് കണ്ടോ, ഫോൾഡഡ് ഭാഗമാണ് എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ഓപ്പൺ സൈഡ് അപ്പുറത്തെ സൈഡിലേക്കാണ്. ഇനി നമുക്ക് നമ്മുടെ ലെങ്ത്തിനനുസരിച്ച് നമുക്ക് എത്ര ഇറക്കം വേണോ അതനുസരിച്ച് നമുക്ക് ലെങ്ത്ത് എടുക്കാവുന്നതാണ്. ഇതിൽ ഞാൻ ഉള്ള ലെങ്ത്ത് എടുക്കുകയാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. നമ്മുടെ ഷോൾഡർ ബൈ 2 ആണ് നമുക്ക് എടുക്കേണ്ടത്. ഇവിടെ 34 ചെസ്റ്റ് ആയതുകൊണ്ട് ഞാനിവിടെ 6.5 ഇഞ്ചാണ് ഷോൾഡർ എടുക്കുന്നത്. നിങ്ങൾക്ക് 6.5, 7 അങ്ങനെ 1/2 ഇഞ്ച് വ്യത്യാസത്തിലൊക്കെ എടുക്കാം കേട്ടോ. 6 ഇഞ്ചും അങ്ങനെ നമ്മുടെ ഷോൾഡർ അനുസരിച്ച് ഷോൾഡർ എടുക്കാം. ആം ഹോളും അത് തന്നെ എടുക്കാം. ഇവിടെ ചെസ്റ്റ് മാർക്ക് ചെയ്യാം. ഇതുണ്ടോ, ചെസ്റ്റ് ബൈ 4 പ്ലസ് 2 ഇഞ്ച്, അതായത് 1/2 ഇഞ്ച് ലൂസ്, 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്, അങ്ങനെയുള്ള കണക്കിലാണ് 2 ഇഞ്ച് എന്ന് പറഞ്ഞത്. ഇതുപോലെ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, കളറ് കിട്ടുന്നുണ്ടോയെന്ന് അറിയില്ല. നമുക്ക് തയ്യൽ തുമ്പായിട്ട് ഇവിടെയാണ് മാർക്ക് ചെയ്യുന്നത്. നമ്മുടെ ചെസ്റ്റ് ബൈ 4 പ്ലസ് 2 ഇഞ്ച് എടുത്താൽ മതിയാവും കേട്ടോ. കാരണം ബാക്ക് നമ്മൾ വേറെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് വേസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യുന്നത്. അത് ചെസ്റ്റിനേക്കാൾ 1 ഇഞ്ച് കുറവാണ് നമുക്കിവിടെ മാർക്ക് ചെയ്യുന്നത്. തയ്യൽ തുമ്പ് ഇതേ രീതിയിൽ മാർക്ക് ചെയ്യാം. ഇങ്ങനെയൊന്ന് വരച്ചെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സ്ലിറ്റ് ലെങ്ത്ത് എത്രയാണോ അത് മാർക്ക് ചെയ്യാം. 20, 21, 19 അങ്ങനെ വരും. ഇനി ചെസ്റ്റിൻ്റെ നമ്മൾ തയ്യൽ തുമ്പോട് കൂടി മാർക്ക് ചെയ്തില്ലേ, അത് തന്നെ ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്തിട്ട് 1 ഇഞ്ച് വിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. ഇവിടെ 1 ഇഞ്ചാണ് കേട്ടോ, ഇത് സ്ലിറ്റാണ്. 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തത്. ഓക്കെ, ഇനി ചെസ്റ്റ് റൗണ്ട് പ്ലസ് തയ്യൽ തുമ്പ് എത്രയാണോ മാർക്ക് ചെയ്തത് അത് തന്നെ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. ഒരു നോർമൽ പേഴ്സണ് ഇത് തന്നെ മതിയാവും കേട്ടോ. ഇങ്ങനെ ഒന്ന് വരച്ചിട്ട് നമുക്ക് സ്ലിറ്റ് ചുരിദാറിനുള്ള ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ വർക്കുള്ള മെറ്റീരിയൽ കറക്റ്റ് സെൻറ്ററിൽ തന്നെയാണ് കേട്ടോ മടക്കേണ്ടത്. ഇതേ രീതിയിലൊന്ന് മടക്കിയിട്ടിട്ട് നമുക്ക് 1.5 ഇഞ്ച് ആം ഹോൾ മാർക്ക് ചെയ്ത് 1/2 ഇഞ്ച് ആം ഹോൾ മാർക്ക് ചെയ്ത് ഇതിൻ്റെ മിഡിൽ പോയിൻ്റ് കണ്ട് ഇവിടെ നമുക്ക് 1/2 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തിട്ട് ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് ഈ 1/2 ഇഞ്ചിലേക്ക് ഇങ്ങനെ വരച്ച് ഈ ആം ഹോളിന് 1/2 ഇഞ്ച് വരച്ചിട്ടുണ്ടല്ലോ, അത് ആ ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കാം. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം. നെക്ക് നമ്മുടെ ഇഷ്ടമാണ്. ഒരു 2.25, 2.5 ഇല്ലെങ്കിൽ 3 അങ്ങനെ. ഇനി വൈഡ് കൂടുതൽ വേണ്ടവർക്ക് 3.5 എടുക്കാം. ഇത് വീനക്ക് ആയതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. 6.5, 7 ഇഞ്ചൊക്കെ നമുക്ക് മാർക്ക് ചെയ്യാം നമ്മുടെ ഇഷ്ടം അനുസരിച്ച്. വി ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കാം കേട്ടോ. കറക്റ്റ് വി തന്നെ വരയ്ക്കാതെ ഇങ്ങനൊരു ഷേപ്പാക്കി കൊടുക്കുക. അതുപോലെ ഷോൾഡറിൻ്റെ സ്ലോപ്പായിട്ട് 1/2 ഇഞ്ച് ഇതുപോലെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, വി ആദ്യം കട്ട് ചെയ്യാൻ കേട്ടോ. ഷോൾഡറിൻ്റെ സ്ലോപ്പ് കട്ട് ചെയ്തു. ഇതേ രീതിയിലൊന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ആം ഹോളാണിത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തിട്ട് ഇനി ബാക്ക് പാർട്ടാണ് നമുക്ക് ഇതേ രീതിയിൽ നമ്മൾ ആദ്യം വരച്ചതുപോലെ തന്നെയാണ് കേട്ടോ. ആം ഹോള് ഷോൾഡർ തന്നെയാണ് ആം ഹോളിൻ്റെ അളവായിട്ട് എടുക്കുന്നത്. ഇവിടെ ചെസ്റ്റ് മാർക്ക് ചെയ്തു. ഫ്രണ്ട് പാർട്ട് മാർക്ക് ചെയ്ത പോലെ തന്നെ ചെസ്റ്റ് ബൈ 4 പ്ലസ് 2 ഇഞ്ചാണ്. അതുപോലെ വേസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്തു. വേസ്റ്റ് റൗണ്ട് ചെസ്റ്റിനേക്കാൾ 1 ഇഞ്ച് കുറവായിട്ട് നമ്മൾ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്തു. അതിൻ്റെ തയ്യൽ തുമ്പ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇതേ രീതിയിലൊന്ന് മാർക്ക് ചെയ്ത് വരച്ചെടുക്കണം. ഇനി നമുക്ക് സ്ലിറ്റ് ലെങ്ത്ത് എത്രയാണോ മാർക്ക് ചെയ്തത്, ഫ്രണ്ട് പാർട്ടിൻ്റെ മാർക്ക് ചെയ്ത് അതേ രീതിയിൽ തന്നെ സ്ലിറ്റ് റൗണ്ടും മാർക്ക് ചെയ്യാം. അത് ഇതുപോലെ തന്നെ ഒന്ന് വരച്ചെടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഫ്ലെയറിലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. ഇനി ആം ഹോള് 1.5 ഇഞ്ചാണ് ഒരു ഷേപ്പ് കൊടുക്കുന്നതിനായിട്ട് ഇതേ രീതിയിൽ കൊടുക്കുന്നത്. പിന്നെ ഇത് കണ്ടോ, ഇനി നമുക്ക് നെക്ക് റൗണ്ട് മാർക്ക് ചെയ്യാം. നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ എത്രയാണോ എടുത്തത് ആ റൗണ്ട് തന്നെയാണ് വിട്ടായിട്ട് മാർക്ക് ചെയ്യേണ്ടത്. ബാക്കിലെ ലെങ്ത്ത് നമുക്ക് ഇഷ്ടമുള്ളത് മാർക്ക് ചെയ്യാം കേട്ടോ. 4, 5, 3 അങ്ങനെ ഏതാണ് നമ്മളുടെ ഇഷ്ടം അതേ രീതിയിൽ നമുക്ക് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുകയാണ്.
ഇനി നമുക്ക് സ്ലോപ്പ് കൊടുക്കാനായിട്ട് 0.5 മാർക്ക് ചെയ്ത് ഇതേ രീതിയിലൊന്ന് വരച്ചെടുക്കാം, കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടായിട്ട് മാർക്ക് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ ഫ്രണ്ട് പാർട്ടിന് വർക്ക് ഉണ്ടായിരുന്നല്ലോ, അത് കട്ട് ചെയ്ത് മാറ്റിയതാണ്. അപ്പോൾ ഇത് ബാക്ക് ഇതുപോലെ സ്ലിറ്റ് ഒന്ന് മാർക്ക് ചെയ്തേക്കാം കേട്ടോ, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഓക്കെ, ബാക്ക് പാർട്ടിൽ നിന്ന് സ്ലീവ് കട്ട് ചെയ്യാനാണ് നമ്മൾ അങ്ങനെ എടുത്തത്. ഇനി സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ഇത് കണ്ടോ, നമുക്ക് ചുരിദാറിൻ്റെ അളവുകളാണ് 4ആയിട്ട് മടക്കിയതാണ്. ഫോൾഡ് ചെയ്ത ഭാഗം എൻ്റെ ഭാഗത്തേക്ക് ലെങ്ത്ത് ഒന്നുകൂടി മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കാം കേട്ടോ. നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത്രയും എടുക്കാം. 3 ഇഞ്ച് അല്ലെങ്കിൽ 2.5 ഇഞ്ചാണ് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത്. ഇവിടെ 2.5 ഇഞ്ച് അല്ലെങ്കിൽ 3 ഇഞ്ച്, ഇതേ രീതിയിൽ 2.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തിട്ട് ഈ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗം ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കാം. ഓക്കെ, ഇത് സ്ലീവിൻ്റെ ഷേപ്പാണ് കേട്ടോ. ഇത് കൈവണ്ണം ബൈ 2, അതായത് നമ്മൾ എവിടെ വരെയാണോ ലെങ്ത്ത് സ്ലീവിൻ്റെ ലെങ്ത്ത് എടുത്തത് അതിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് 1 ഇഞ്ച് തയ്യൽ തുമ്പോട് കൂടി ആഡ് ചെയ്തിട്ട് ഇതേ രീതിയിലൊന്ന് വരച്ചെടുക്കാം കേട്ടോ. ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സ്ലീവ് കട്ടിങ് കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, ഇതേ രീതിയിലാണ് വെച്ചിട്ടുള്ളത്. നല്ല പാർട്ട് ലൈനിങ് പാർട്ടുമാണ്, ഞാൻ കട്ട് ചെയ്തിട്ടില്ല, സ്റ്റിഫ് വയ്ക്കുന്നില്ല കേട്ടോ. എളുപ്പ വഴിയിൽ സ്റ്റിച്ച് ചെയ്യാവുന്ന രീതിയിലാണ്. ഇതേ രീതിയിലൊന്ന് വി നെക്ക് അടിച്ചെടുക്കണം. അതിനായിട്ട് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. ഇതേ രീതിയിലൊന്ന് 1/2 ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ രീതിയിൽ കുത്തി നിർത്തിയിട്ട് നീഡിൽ കുത്തി നിർത്തി തിരിച്ച് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചെടുക്കാം. ഇത് കണ്ടോ, 1/2 ഇഞ്ച് വിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ 1/2 ഇഞ്ച് വിട്ട ആ ഭാഗത്ത് നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ ഇപ്പുറത്താണല്ലോ, ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇതേ രീതിയിലൊന്ന് ചെറിയ ചെറിയ കട്ടിങ് കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ത്രെഡ് കട്ട് ചെയ്ത് പോകാതെ തന്നെ അതിൻ്റെ അടുത്ത് വരെയാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ സൂക്ഷിച്ച് കട്ട് ചെയ്യണം. ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിതൊന്ന് മറിച്ചിടാം. ഇത് കണ്ടോ, തിരിച്ചിട്ടപ്പോൾ ഈ രീതിയിലാണ് കിട്ടിയത്. ഇനി നമുക്ക് ഇങ്ങനെ ഈ സൈഡിലൂടെ ഒന്ന് ഇതുപോലെ വെച്ചിട്ട് സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്യാം. ഇത് കണ്ടല്ലോ, ഇങ്ങനെ ഈ രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഓക്കെ, നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്ക് പാർട്ടും നമുക്ക് കട്ട് ചെയ്തെടുക്കാം, സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇത് കണ്ടോ, ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ ഈ 2 സൈഡും ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, അതായത് ഈ മെറ്റീരിയൽ കുറച്ചിങ്ങനെ ഒഴുകി നടക്കുന്ന രീതിയിലുള്ളതാണ്. അതുകൊണ്ട് ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്യാതെ നമുക്ക് സ്ലിറ്റ് അടിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഇത് കണ്ടോ, ഈ ബാലൻസ് വന്ന പീസ് ഞാനിങ്ങനെ കട്ട് ചെയ്ത് കളയാണ് കേട്ടോ. നമ്മളങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇത് കണ്ടല്ലോ, ഈ രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്ക് പാർട്ടും നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടല്ലോ. ഇനി ഇത് നല്ല പാർട്ട് ഫ്രണ്ട് ബാക്കും നല്ല പീസുകൾ തമ്മിൽ യോജിപ്പിച്ച് ഇങ്ങനെ വെച്ചിട്ടാണ്. ഇത് കണ്ടോ, ലൈനിങ് പാർട്ട് ഒരു പീസ് എടുത്ത് ഇങ്ങോട്ട് വെച്ചു, ഫ്രണ്ട് പാർട്ടിൻ്റെ ആണ് കേട്ടോ. ഓക്കെ, നമ്മളിങ്ങനെ ഒന്ന് 1/2 ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ ഒന്ന് മറിച്ചെടുക്കുക. ഇത് കണ്ടോ, നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത ബാലൻസ് പീസെല്ലാം ഉള്ളിലേക്ക് പോയി. ഇത് കണ്ടോ. ഓക്കെ, നമ്മളിനി സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. സ്ലീവ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതേ രീതിയിലൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മിഡിൽ പോയിൻ്റാണ് ഇങ്ങനെ വെക്കേണ്ടത്. ഓക്കെ, ഇതിൻ്റെ നല്ല ഭാഗം, അതായത് സ്ലീവിൻ്റെ നല്ല ഭാഗവും ചുരിദാറിൻ്റെ നല്ല ഭാഗവും വെച്ചിട്ടാണ് ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഓക്കെ, എപ്പോഴും പറയുന്നതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡിന് പോവാണ് കേട്ടോ. കാരണം കുറേ ചുരിദാർ തയ്ക്കുന്ന വീഡിയോസ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ലെങ്കിലും മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി പറഞ്ഞു പോകുന്നതാണ് കേട്ടോ. ഇത് കണ്ടോ, ഞാനിങ്ങനെ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇത് കണ്ടോ, ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.